ചരിത്രപരമായ സന്ദർഭം പരിഗണിക്കുമ്പോൾ സഭ വിശുദ്ധ ഭൂമിയിൽ നിന്ന് ആധുനിക തുർക്കിയുടെ പടിഞ്ഞാറൻ ഭാഗവും ഗ്രീസിന്റെയും അർമേനിയയുടെയും ഇറ്റലി തുടങ്ങിയ പുറജാതീയ മേഖലകളിലേക്ക് വ്യാപിച്ചു. സഭകൾക്ക് പുറജാതീയ തത്വചിന്തകൾ കൈകാര്യം ചെയ്യേണ്ടി വന്നു. ചിലത് സന്യാസി വിശ്വാസങ്ങളായിരുന്നു. പൗലോസ്, പത്രോസ്, യോഹന്നാൻ എന്നിവരുടെ രചനകളിൽ ഈ സ്വാധീനങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധേയമാണ്. എല്ലാ വിജാതീയ തത്വചിന്തകളും ചില ശരിയായ സത്യങ്ങൾ പങ്കിടുന്നു. എന്നിരുന്നാലും അവരുടെ വിശ്വാസങ്ങളുടെ സാരാംശം ദൈവത്തിൻ്റെ സത്യത്തിൽ നിന്നും വിശ്വാസികളെ അകറ്റുന്നു. ഇന്ന് ആധുനിക ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ ഇത് കാണാൻ കഴിയും. അപ്പോസ്തലനായ പൗലോസ് വിജാതീയർക്ക് ക്രിസ്തുമതം പഠിപ്പിക്കാൻ പ്രാദേശിക ഉദാഹരണങ്ങളും ആശയങ്ങളും ഉപയോഗിച്ചു. എന്നാൽ പൗലോസ് അവരുടെ വിശ്വാസങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടില്ല. ആത്മാവ് നല്ലതും ശരീരം തിന്മയുമാണെന്ന ഈ തത്വചിന്തകളിൽ ചിലത് സമാനമായ വിശ്വാസമോ ആശയമോ പങ്കിടുന്നു. ദ്രവ്യമടങ്ങിയ ഈ ഭൗതിക ശരീരം തിന്മയാണെന്ന് കണക്കാക്കപ്പെട്ടു. ശരീരം തിന്മയായതിനാൽ അതിനെ കഠിനമായി കൈകാര്യം ചെയ്യണമെന്ന പിടിവാശി ദ പെന്തക്കോസ്റ്റൽ മിഷൻ മറ്റും സിലോൺ പെന്തക്കോസ്ത് മിഷൻ ഭരണാധികാരികളും വിശ്വാസികളും മരുന്ന് കഴിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും അവരുടെ ബ്രഹ്മചര്യ തത്വശാസ്ത്രവും ഉദാഹരണങ്ങളാണ്.